എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കും ഞാനിപ്പം ഏത് വേൾഡിലാണ് നിൽക്കുന്നത്. ഇത് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. ഞാൻ വിചാരിച്ച് നിങ്ങൾ വീഡിയോ തുടങ്ങുമ്പോഴത്തേക്കും ഞാനൊരു വീടൊക്കെ പകുതിയൊക്കെ ഉണ്ടാക്കി വെക്കായിരുന്നു. പക്ഷേ എന്തോ ചെയ്യാനാ, വീട് മൊത്തത്തിൽ അങ്ങ് ഉണ്ടാക്കിപ്പോയി. വല്ല സീനൊന്നുമില്ല. വീട് ഫുള്ളുണ്ടാക്കിയെന്ന് പറഞ്ഞ് വീട് ഫുള്ളുണ്ടാക്കി. പിന്നെ പൊട്ടി എൻ്റെ അമ്മോ, ഞാൻ വിചാരിച്ച ആ ക്രീപ്പറിനെ അങ്ങ് ഓടിച്ചു വിടാന്. പക്ഷെ അതങ്ങ് പൊട്ടിപ്പോയി ഗൈസ്. പുതിയൊരു വീടാണ്, അതുവരെ ആ ക്രീപ്പർ നശിപ്പിച്ച്. ഇനി കുറച്ച് മണ്ണും കാര്യങ്ങളുമായിട്ട് വന്ന് ഇത് ഫുള്ളങ്ങ് മൂടണം. എന്തൊരു ന്യൂബാണ്. ഞാൻ ക്രീപ്പറിനെ അടിച്ച് ഞാൻ വിചാരിച്ച് കൊല്ലാൻ പോയാ, പക്ഷേ നല്ല ലാഗ് കാരണം അടിച്ച് കൊല്ലാൻ കഴിഞ്ഞില്ല. ഇപ്പം ഞാൻ ഇനി കുറച്ച് മൈനിങ്ങിനൊക്കെ പോയി ഫുൾ സെറ്റ് കോപ്പർ ആകുന്നതും കുറച്ച് അയൺ കൊണ്ടുപോകണം. അയൺസും സെലക്ട് ആകണം. എങ്കിൽ ഞാൻ പോയി ആ ഹോളും നടക്കട്ടെ. അണയ്ക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളും അല്ല, കോബിൾ സ്റ്റോൺ ഇല്ലല്ലോ, ഡേർട്ടില്ല. ഡേർട്ടും എടുത്ത് പിന്നെ കുറച്ച് വുഡും എടുത്തിട്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കും ആ കോഴി എന്തോത്തിന് ഇവിടെ കണ്ട് കറങ്ങുന്നെങ്കിൽ ഇത് ആ മൈൻക്രാഫ്റ്റ് ഇപ്പോൾ ജീവൻ പോയി. നിങ്ങൾക്കിപ്പോൾ തോന്നി കിടക്കില്ല. ഇപ്പം എൻ്റെ ടാബിൻ്റെ കയ്യിൽ നിന്ന് താര വീടിൻ്റെ ആയിരുന്നു. പേടിച്ചു പോയി. നിങ്ങൾ വിചാരിക്കും ആ കോഴി ഇപ്പോൾ ഞാൻ പുതിയ അപ്ഡേറ്റിലേക്ക് മൈൻക്രാഫ്റ്റ് അപ്ലോഡ് ചെയ്ത്. ഇന്നലെ ആ കോഴി നിങ്ങൾക്കറിയാമായിരിക്കും, മറ്റേ മഞ്ഞ ചിക്കായിരുന്നു. ഇപ്പം അത് ഫുള്ള് ഗ്രോണായി ഒരു കോഴിയായിട്ടുണ്ട്. ഗോൾഡൻ ഡാൻലൈൻ ഉണ്ടെങ്കിൽ അതിപ്പോൾ സെറ്റായനെ. അപ്പോൾ ഗോൾഡൻ ഡാൻലൈൻ്റെ ഗോൾഡ് ഒപ്പിക്കണം. പുതിയ അപ്ഡേറ്റ് ഇന്ന് അങ്ങോട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കണ്ട ഇവൻ്റെ ഒക്കെ ഇനി പശുവിടെ ഒക്കെ ഇനി കുഞ്ഞി ചിലതായിരിക്കും. ഇനി വല്ല കോഴിയോ ആടോ എന്തെങ്കിലും വരുവാണെങ്കിൽ ഇങ്ങനെ കാണിച്ചു തരാം. കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാം. ആടുണ്ടോ? അതിൻ്റെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ. ഇനി എന്തോത്തിന് ഒറ്റയ്ക്കാണ് ട്രേഡ് വലുതും ഉണ്ടോയെന്ന് നോക്കാം. ഞാൻ വെള്ളത്തിൻ്റെ കുപ്പി കൊടുത്ത് കഴിഞ്ഞ് ഇത് കിട്ടും. നല്ല ട്രേഡ് ഇപ്പോൾ ഒരെണ്ണ. എൻ്റെ കുപ്പി ഗ്ലാസ് ഒന്നും ഇല്ല. വെള്ളം അത് സ്മെൽറ്റ് ചെയ്യണമെങ്കിൽ കോള് വേണം. കോളും ഇല്ല. ഞാൻ കുറച്ച് അയനാമറോട്ട് ഇപ്പം മറമ്പ് വേണം. ഫുൾ സെറ്റ് ഓഫ് അയനാമർ. അയ്യോ, താരമായിരുന്നു. ഇതാണ് എൻ്റെ വീട് ഞാൻ ഫുള്ളായിട്ട് കാണിക്കാം. എൻ്റെ കോഴി 2 മുട്ടയാണ് ഇപ്പോൾ. മുട്ട എറിഞ്ഞാൽ അത് വീടില്ല. നമുക്കൊന്ന് നോക്കാണേ. അടുത്ത ഐശ്വര്യം, രണ്ടാമത്തെ ഐശ്വര്യം ഒന്നുമില്ല. നീ ഇങ്ങനെയാണ് മുട്ട ഇടും പെട്ടെന്ന്. എന്നിട്ട് വേണം നമുക്കിതാക്കാം. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ ബന്ധം പറ്റില്ല അതുണ്ടാക്കാം. പിന്നെ എല്ലാ സംഭവം ഇത് അയനാമറും മറ്റേതെല്ലാം ശ്രമിച്ചായില്ല ഉറപ്പാണ്. അതെ, ഇനി 3 എണ്ണം കൂടെ ഉണ്ട്. ഇനി കോളൊന്നുമില്ല, കുഴപ്പമില്ല. നമുക്ക് കോളിൻ്റെ ആവശ്യമൊന്നുമില്ല. കോളിന് പകരം നമ്മൾ വുഡിട്ട് കഴിയടാ മക്കളെ. നമുക്ക് സെലക്റ്റായെല്ലാം ഞാൻ എടുത്തല്ലോ. സെലക്റ്റായെല്ലാം എടുത്തിട്ട് ഇനി നമ്മുടെ പെട്ടിക്കകത്ത് ഗുണം കുറച്ച് കാണാമല്ലോ. അതും എടുത്ത് നമ്മുടെ ആയുധപ്പുരയിൽ പഴയ ആയുധമൊക്കെ ഇങ്ങോട്ട് വെച്ചിട്ട് പുതിയ എൻ്റെ ഇൻവെർട്ടറി ഫുള്ളൊന്ന് ഫ്രഷ് ആക്കട്ടെ. ആ ബിഗ്ഗസ്റ്റ് മൈനിങ് ഇൻ ദ വേൾഡ് ആയിരുന്നു. മൈനിങ് ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. രാവിലെ തൊട്ട് ഞാൻ കളിക്കാൻ തുടങ്ങിയാണ്. ഇപ്പം രാത്രിയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. രാത്രി വല്ല ഇതുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം അപ്പുറത്ത് എന്തൊക്കെയാ പാട്ടൊക്കെ വരുന്നു. അതൊക്കെ ഇനി നമുക്ക് ആർമറെല്ലാം അടിച്ച് മാറ്റിയിട്ട്
ഈ ആർമറെല്ലാം ഇതിനകത്തോട്ട് വയ്ക്കാം. ആർമറൊക്കെ വെക്കുന്ന ആർമറൊക്കെ വെക്കണ വേറെ വെട്ടിക്കാം. അല്ല, ഞാൻ മറന്നുപോയി. ഈ മറ്റേ ഗ്ലോ എന്നൊക്കെ എന്ത് വരുന്നത് ഗ്ലോ ഫ്രെയിം ഞാൻ ഈ ഗ്ലോയിങ്ങിൽ കുറച്ചും കൂടെ തള്ളിക്കൊണ്ട് എങ്ങനെയാണ് ഗ്ലോ കിട്ടിയത് കറക്റ്റ് എണ്ണത്തിൽ എനിക്ക് കിട്ടി. ഫ്രെയിമും അത്രയും മറ്റേ 2 ലെതർ ബാക്കിയും വന്ന്. ഇനി നമുക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കാം. ആദ്യമേ തന്നെ ഞാൻ ഈ ഷീൽഡ് അങ്ങോട്ട് ഉണ്ടാക്കാം. കഷ്ടപ്പെട്ട് ഞാൻ മൈനിങ്ങിന് പോയപ്പോൾ ആ ഷീൽഡിൻ്റെ ഉപയോഗം എനിക്ക് മനസ്സിലായി, എന്തുകൊണ്ടാണ് ഈ ഷീൽഡ് ഉപയോഗിക്കുന്നതിന്. പിന്നെ എൻ്റെ ഈ സീരീസിലെ ആദ്യത്തെ അയൺ ആർമർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അയൺ സോഡ്, അയൺ പിക്കാക്സ്, അയൺ ആക്സ്, അയൺ ഷവലി. വേണോ? വേണ്ട. ഒരു ഇതും കൂടെ ഉണ്ടാക്കാം, ഷെയർ എനിക്ക് ആവശ്യം വരും. പിന്നെ ഇടല്ലേ ഷീഡിട്ടോ. ഇനി നമ്മൾ ഇതിങ്ങോട്ട് ഇങ്ങനെ അടുക്കി പറക്കി ഇങ്ങോട്ട് വെച്ചിട്ട് കഴിയാനെ എടുക്കുന്നു. ഇങ്ങനെ കളിക്കുമ്പോൾ ഇനി നമ്മൾ ഇതിങ്ങോട്ട് ഇടണയായിരിക്കും ഇട്ടിരിക്കുന്നു. അയൺ ആർമർ, ഫുൾ സെറ്റ് ഓഫ് അയൺ ആർമർ, 5 ടൂൾസ്, 5 ഹൗസ്. നമ്മുടെ വീട് ഞാൻ പരിചയപ്പെടുത്തില്ലല്ലോ, വീടൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫുള്ള് ചുറ്റിക്കഴിഞ്ഞ് പെട്ടെന്ന് ഓടിക്കൂ, കണ്ടമൊഴി ഓടിക്കൂ. ഇതാണ് എൻ്റെ വീട്. വീടിൻ്റെ സൈഡിൽ ചിമ്മിനിയൊക്കെ കൊണ്ടുകൊണ്ട് പുകയൊക്കെ പറക്കുന്നു. ഇനി നമ്മൾ വീടിൻ്റെ അകത്തോട്ട് വരുമ്പോൾ 3 നിലയാണ് നമ്മുടെ വീട്. ബേസ്മെൻറ്റ് ആദ്യമേ കാണിക്കാം. ബേസ്മെൻറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, വലിയ സ്റ്റോറേജും പിന്നെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. എൻ്റെ സൗണ്ട് ഇച്ചിരി കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കുന്നത് ചില സമയത്ത്. ഇപ്പോൾ കൂടി, ഇപ്പോൾ കുറഞ്ഞ്. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെയായിട്ട് ഒരു റൂം, ഇവിടെയൊക്കെ എന്തെങ്കിലും കുത്തി നിറച്ച് വെക്കണം. ഇവിടെ ഇങ്ങനെയായിട്ട് ബെഡ് മാത്രം ഇരിക്കുന്നത്, റൂമായിട്ട് തോന്നുന്നില്ല. ഇവിടെയും വല്ലതൊക്കെ ഫില്ല് ചെയ്യണം. ഇന്നാണ് ഈ വീടൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഇവിടെ ഇങ്ങനെയായിട്ട് നമ്മുടെ 3ാമത്തെ ഇലയായിട്ട് ഇത്. പിന്നെ ഇതാണ് നമ്മുടെ ചിമ്മിനി കിട്ടി മേപ്പോട്ട് നോക്കിയാൽ നമ്മുടെ ചിമ്മിനിയുടെ ആ ഒരു ലോഗാണ്. ആ ലോഗിൻ്റെ മണ്ടക്കോട്ടാണ് ചിമ്മിനി. ഞാൻ താരോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ബേസ്മെൻറ്റിലോട്ടാണ് പെട്ടെന്ന് പോകുന്നത്, താരോട്ടല്ല. ഈ എപ്പിസോഡ് ഒരിക്കലും ചെയ്യാൻ തോന്നുന്നില്ല. ഈ എപ്പിസോഡിൽ വല്ല പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം. അതായത് നമ്മുടെ മൈനിങ് ഏരിയ ആണത്. മൈനിങ് ഏരിയ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെയായിട്ടൊരു പോണ്ട് ഉണ്ടാക്കണം ഈ എപ്പിസോഡിൽ. ആ പോണ്ടിന് നമുക്ക് ഇനി കുഴിക്കാം. കുഴിക്കുന്നതൊക്കെ ഇത്രയും സിമ്പിളാണ്. ഇപ്പം ഞാൻ സ്റ്റീവ്, നേരത്തെ ഞാൻ വേറൊരാളാണ്, അതിന് മുന്നേ വേറൊരാൾ, ഇപ്പം ഞാൻ സ്റ്റീവായി. ഇനി നമുക്ക് കുഴിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഇതാ വരുന്നു. അങ്ങനെ ചെറിയൊരു പോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്കൊന്ന് ഉണ്ടാക്കാം. ഇനി നമുക്ക് പോയി ബോൺമീൽ ഇതൊക്കെ ഒരു മാച്ചായിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് ഉണ്ടാക്കണം. അതിനായിട്ട് നമുക്ക് പോയി മേളിലോട്ട് പോയി ബോൺമീൽ എടുത്തുകൊണ്ട് വരാം. മേളിലല്ല, താര. പണ്ടത്തെ എൻ്റെ സ്റ്റോറേജ് മേളിലായിരുന്നു, ഇപ്പം താരയാണ്. മേളിലോട്ട് പോയി ഇതെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഇപ്പോൾ മേളിലോട്ടായിപ്പോയി പറഞ്ഞ്. ബോൺമീലില്ല, ബോണുണ്ട്. ഇത് 5-6 സ്കെലിക്കനെ ഞാൻ കൊന്നപ്പോൾ കിട്ടിയതാണ്. ഒറ്റോ ചത്ത് ഇല്ല. പോയിട്ട് ഇനി എനിക്കൊരു അയൺ ഫാം ഉണ്ടാക്കണം. പെട്ടെന്ന് തന്നെ ഒരു അയൺ ഫാമും ഉണ്ടാക്കി അതിനൊരു വില്ലേജർ ബിൽഡർ ഉണ്ടാക്കണം. എന്നിട്ടൊരു അയൺ ഫാം ഉണ്ടാക്കണം. അതൊക്കെ ചെറിയ ഗോളുകൾ മാത്രമാണ്. ബോൺമീൽ ചെയ്യാം. ബോൺമീൽ എടുത്തിട്ട് വെള്ളത്തിൻ്റെ അകത്ത് ചെറിയ ബോൺമീലുകൾ, വലിയ ഗ്രാസൊന്നും വേണ്ട. എന്നിട്ട് കുറച്ച്
കുറച്ച് പാത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് കണക്ട് ചെയ്യണം. അതിപ്പോഴും ഒരു പോണ്ടായിട്ട് തോന്നുന്നില്ല, അത് പോണ്ടാക്കി മാറ്റി. കുറച്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് അത് തന്നെ എൻ്റെ റെക്കോർഡിങ്ങിൻ്റെ സമയം തീരാറായി. നാളെ നല്ല വൃത്തിക്ക് ഞാൻ ഒരു റെക്കോർഡ് ചെയ്ത് ഇടാം. ഞാൻ പൊതു സ്ഥലങ്ങളിൽ നിന്നാണ് വീഡിയോ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്ര ശബ്ദം. ഇനി നമുക്ക് പോയിട്ട് ഈ പാത്തൊന്ന് രണ്ടുമൂന്ന് കണക്ട് ചെയ്തിട്ട് കൊണ്ടുപോയി കണക്റ്റഡ് ഇതൊക്കെ എൻ്റെ ഒരു കണക്റ്റഡ് നമ്മുടെ പാത്തിപ്പം ഒരുവിധം ഒന്ന് കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ആയിട്ട് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആയിട്ട് എൻ്റെ മൈനിങ് ഏരിയ ഇതാണ്. എനിക്ക് മൈനൊക്കെ ചെയ്യണം. ഇങ്ങനെയാണ് എൻ്റെ മൈനിങ് ഏരിയ. സിമ്പിളായിട്ട് പോയി എത്താൻ പറ്റും. കാരണം ഞാൻ ഇപ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരുന്ന കുറച്ച് സ്റ്റോറികളൊക്കെ പൊട്ടിച്ചായിരുന്നു. നേരെ പറപ്പിച്ച് പോയിട്ട് ഇവിടെ വന്ന് എൻജാവും. ഈ പുതിയ അയംപിക്കാസ് നല്ലതാണ്, അടിപൊളി കേട്ടോ. ഇങ്ങനെയായിട്ടൊക്കെ വരണം. ഇവിടിങ്ങനെയാണ് ഒരു ചെമ്പിട എനിക്ക് അയം കിട്ടിയത്. ഇവിടിങ്ങനല്ല, അങ്ങോട്ട് പോയപ്പം വലിയ വലിയ കൈവ് ഇതൊക്കെ. ഇനി നമുക്ക് പോയി മേപ്പോട്ട് പോകാം. നിങ്ങളെ മേളിൽ എത്തിയിട്ട് ഞാൻ പ്ലേ ചെയ്യാം. കുറേ നേരം എടുക്കും മേളിൽ എത്താൻ. നടക്കാത്തത് എന്താ, നമുക്കിപ്പോൾ ഒരു അടുത്തൊരു മുട്ട കിട്ടി. ആ മുട്ടയിട്ട് നമുക്ക് പരിശീലനം ചെയ്യാം. ഒന്നും നടന്നില്ല. ഇന്നത്തെ എപ്പിസോഡ് ഒരു അൺലക്കി എപ്പിസോഡാണോ അത് നല്ല എപ്പിസോഡാണ്? നിങ്ങൾക്ക് നല്ല ഇല്ലായിരിക്കും, പക്ഷേ എനിക്കല്ല ഇത്രയും കാര്യങ്ങൾ ചെയ്ത്. ഈ ഒരു വീഡിയോ ഞാൻ ഒരു ഹാർഡ് കോർ സീരീസിൽ ഒരാളുടെ കണ്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഇച്ചിരി കുഴപ്പം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു തീ പിടിച്ച് വെള്ളത്തിൽ ചാടി ഇപ്പോൾ അണച്ചിട്ടുണ്ട്. അയ്യോ, ഞാൻ ചോദിച്ചാൽ ചീറ്റയാണ്, പക്ഷെ കുതിരയായിപ്പോയി. ചീറ്റൊന്നും ഇല്ലല്ലേ ഈ മൈൻക്രാഫ്റ്റ്, പിന്നെ എന്തോത്തിന് പേടിക്കണ്ട. അതാണ് സവാന. ഇനി പോയി ഷുഗർ കെയിൻ പോയി. എനിക്ക് ചെറിയൊരു ഷുഗർ കെയിൻ ഫാമുണ്ട്. ഫാമായിട്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞത് അത് മാനുവലി ഇതാക്കുന്നതാണ്. എനിക്ക് ഷുഗർ കെയിൻ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ആവശ്യം വരും. അതിനായിട്ട് ഇപ്പോഴേ നട്ടുപിടിപ്പിച്ചതാണ്. എല്ലാം മുൻപേ ചെയ്യുക, അതാണ് ഇതിൻ്റെ ഗോള്. ഇനിയിപ്പോൾ എൻ്റെ പേജിൽ പോയി ഞാൻ ഷുഗർ കെയിൻ ഫാം ഒന്ന് കണ്ടുപിടിച്ചു തരാം. എനിക്ക് ഞാൻ ഇതിനകത്ത് മോഡൊന്നും കയറ്റാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് മോഡൊക്കെ ഓഫാക്കിയിട്ടേക്ക്. ഇതൊക്കെ നേച്ചർ ജനറേറ്റ് ആയത്, അതുകൊണ്ടാണ് മരമൊക്കെ അങ്ങനെയൊന്നും പോകത്തില്ല. എനിക്ക് മൊബൈലൊന്നും പോകത്തില്ല, മോഡെല്ലാം പോയി. ഇതൊന്നും നമ്മൾ കണ്ടില്ല കേട്ടുമില്ല. സോംബി ഇറച്ചി ഇന്നൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യം. ഇനി നമുക്ക് പോയിട്ട് എൻ്റെ ഷുഗർ കെയിൻ ഫാമായിട്ട് ഉള്ളത് ഞാൻ കാണിച്ചു തരാം. അതാണ് എൻ്റെ ഷുഗർ കെയിൻ ഫാം എന്ന് പറഞ്ഞു. ഈ വേൾഡിൽ വന്ന് ആദ്യമായിട്ട് മൈൻ ചെയ്ത ബ്ലോക്കാണ് ഇത്. ഇതും കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ചില്ലെന്ന് തോന്നുന്നു. ഇത് എൻ്റെ ഷുഗർ കെയിൻ എഫിഷ്യൻസി കൂടിയ ഷുഗർ കെയിൻ ഫാമിൽ നിന്ന് കുറേ അധികം ഷുഗർ കെയിൻ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. വാവ്, ഒരു സ്റ്റോക്ക് കിട്ടി. സ്റ്റോക്ക് 400 ഷുഗർ കെയിന് 420 ഷുഗർ കെയിൻ കിട്ടി. വല്ല ഷുഗർ കെയിൻ വെള്ളത്തിൽ പോയെങ്കിൽ പോട്ടെ, ഞാൻ എടുക്കത്തില്ല. എൻ്റെ കൈ 420 ഷുഗർ കെയിനുണ്ട്. 420 ഷുഗർ കെയിൻ. എൻ്റെ എഫിഷ്യൻസി കൂടിയ ഫാമാണ്, അതുകൊണ്ടാണ് 420 കിട്ടി. അല്ലെങ്കിൽ 10 കിട്ടത്തുള്ളൂ. 420 ഇവിടെ നട്ടുപിടിക്കാൻ സ്ഥലമുണ്ടോ എന്ന് നോക്കാം. സ്ഥലം ഉണ്ടായിരുന്നു, സ്ഥലത്തെല്ലാം നമ്മൾ നട്ടുപിടിപ്പിച്ച്. ഇനി നമുക്ക് പോയിട്ട് ഇതിനകത്ത് കുറച്ചും കൂടെ സ്ഥലം ആഡ് ചെയ്യാം.
ഈ സ്ഥലം വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് സ്ഥലമായിട്ടൊന്നുമില്ല, ഇങ്ങനെ അങ്ങോട്ട് നട്ട് പിടിപ്പിക്കുക, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടുക. എന്താ ഒരു ബ്ലോക്ക്, എന്നിട്ട് ഇവിടെ ഇങ്ങനെയായിട്ട് വയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ എത്ര വലുത് വേണോ അത്രയും വലുതായിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. ഇത്ര പറ്റത്തുള്ളൂ താൽക്കാലിക സാഹചര്യത്തിൽ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇടണം വയ്ക്കും. പിന്നെ ബാക്കിയെല്ലാം അപ്പുറത്തെ ലാൻഡിൽ പോകുന്നതന്നെ അപ്പുറത്തെ ലാൻഡിലോട്ട് പോവാം. എന്തിപ്പോൾ സംഭവിച്ചേ? മറ്റേ ഈ സാഞ്ചെല്ലാം പൊങ്ങിയിരുന്നത് അതിനകത്ത് ബ്ലോക്കെല്ലാം വെച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. സ്കൈ ബ്ലോക്ക് കളിക്കുന്നവർക്ക് ഞാൻ ഒരു അഡ്വാൻസ് തരാം. ആർക്കറിയാം ഒക്കെ ഇവിടെ നടക്കുന്നു. ഇങ്ങനെ അങ്ങോട്ട് പറ. നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി ഷുഗർ കെയിൻ ഫാമിന് കിട്ടിയ ഷുഗറില്ല ചെയ്യുന്നില്ല. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫുള്ള് വളർന്നവരെ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് ബെഡ് റോക്ക് എഡിഷൻ വേണമെങ്കിൽ ബോൺമീൽ ചെയ്തിട്ട് എടുക്കാം. പക്ഷേ ഇതാണ് സിമ്പിൾ. ബോൺമീലിനെ കാട്ടിയും ഇതാണ് സിമ്പിൾ. ഞാൻ ബക്കറ്റ് ഓഫ് വെള്ളം എടുത്തില്ല. ബക്കറ്റായിട്ട് വെള്ളം എടുത്തില്ല. ബക്കറ്റ് മാത്രമായിട്ട് എന്തോത്തിന് വെള്ളം ഇല്ലാതെ അങ്ങനെ എടുത്തിട്ടില്ല. അങ്ങനെ എടുത്തിരിക്കുന്നു. ഇത് നല്ലൊരു ഫ്ലൂട്ട് കേട്ടോ. ഒരു മിനിറ്റ്. ഇപ്പം നമുക്ക് ഇപ്പം കാണാം. ഞാനൊരു തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുത്തേ. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനൊരു വാട്ടർ ക്ലച്ചും കൂടെ ചെയ്യാം. വാട്ടർ ക്ലച്ച് ചെയ്ത് അടുത്തുള്ള പോച്ച ഉണ്ടെങ്കിൽ പൊട്ടിയ ഒരു പോച്ച പൊട്ടി അതിൻ്റെ സീഡ്. താങ്ക് യു. ഇവിടെ ഇങ്ങനെയായിട്ട് ഞാൻ ഒരു വീറ്റ് ഫാം ഉണ്ടാക്കും. ഇതൊക്കെ പിന്നെ ഇപ്പം 17 മിനിറ്റ്, ഒരു 20 മിനിറ്റായിട്ട് നിങ്ങളെ ഞാൻ ബാക്കി പറയാം. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു വീറ്റ് ഫാം ഉണ്ടാക്കാൻ നോക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് ഇതിലൊന്ന് സ്മെൽറ്റായ അതേ സ്മെൽറ്റായി. ഇതിനകത്തും സ്മെൽറ്റായി. ഇനി എനിക്കൊരു അയൺ ഫാമും ഉണ്ടാക്കണം, ബ്രീഡർ ഉണ്ടാക്കണം. ഞാൻ അടുത്ത മുട്ട ഇട്ട് വയ്ക്കും. കോഴി എപ്പോഴും അങ്ങ് മുട്ടയിടില്ല. എന്താ കുറേ മുട്ട പരിശീലിക്കാൻ പറ്റുന്നുണ്ടല്ലോ. കോഴിയുണ്ട്. ഈ കോഴി ചെറുതായപ്പോൾ കൊണ്ട് ചെറുതായപ്പോൾ ഒരു കൂടെ ഓടിപ്പോയി. ഞാൻ വീട്ടിൽ കാണിച്ച് ഞാൻ ഫീഡ് ചെയ്തിട്ട് ഇന്നത്തോട്ട് കൊണ്ടുവന്നു. പിന്നെ ഇവിടെ ഇന്നത് വലുതായില്ല. ഹലോ, നീ ചെറുതായപ്പോൾ കൊണ്ട് ഇവിടെ നീ ചത്താലും ഇവിടെ തന്നെ. നീ ഇവിടെ മുട്ടയിട്ട് നശിപ്പിച്ചാലും കുഴപ്പമില്ല. ഞാൻ മുട്ടയെല്ലാം മറക്കി കേക്ക് ഉണ്ടാക്കി തന്നോളാം. ഞാൻ അങ്ങോട്ട് പോകാനാ. താങ്ക് യു. നമുക്ക് മേളോട്ട് കയറി നമുക്ക് തന്നെ ഉറങ്ങാം. എത്ര മിനിറ്റായി? 19 മിനിറ്റ്. ഏറ്റവും മേളിലത്തെ ഫ്ലോറിയായിട്ട് ഞാൻ ഇവിടെ ഗ്ലാസ്സൊക്കെ വെച്ച് ഇവിടെ ഇങ്ങനെയായിട്ട് ആണെങ്കിൽ ഞാൻ ഒരു എൻജാർജി സ്റ്റേഷൻ മിക്കവാറും ഞാൻ താഴെ തന്നെ ഉണ്ടാക്കും. ഇവിടെ ഇങ്ങനെ എൻജാർജി സ്റ്റേഷൻ ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാന്. പിന്നെ ഇവിടെ ഇങ്ങനെ താരിങ്ങനെയായിട്ട് ആൺവീലും പിന്നെ ഇവിടെ ഇങ്ങനെയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. എൻജിൻ സ്റ്റേഷനങ്ങ് ഉണ്ടാക്കണം, എയർപോർട്ടിലങ്ങ് ഉണ്ടാക്കണം. അതൊക്കെ പിന്നെ നമുക്ക് ഇനിയിപ്പം തീരും. എന്നാൽ പിന്നെ ഇന്നത്തെ വിച്ചിനെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. ഹെൽത്തും വെറും കുറവ്. പോയി ചാടണോ? ചത്താലും പോരപ്പം ഇല്ലടി. നിന്നെ ഞാൻ ഇന്ന് കൊല്ലുമുടി. ഞാൻ മാറിക്കൊടുത്തില്ല അതിന്. എന്നിട്ട് ഞാൻ ചത്ത. ആ വിച്ച് വെച്ചാൽ ആ കൈപ്പിടിച്ച പോഷൻ എടുത്തപ്പോൾ തന്നെ ഞാൻ വന്ന് കൊന്നയാണ്. പക്ഷെ ആ പോഷൻ കിട്ടില്ല.
അതുകൊണ്ട് ചലന്തിയുടെ കൈ കൊണ്ട് ചത്തിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് തുടങ്ങാം. ചത്തില്ലേ എപ്പോഴും ഞാൻ ചാവണ ഇത് കാരണതാണ്ട ഷോർട്ട് മോച്ച ഹിറ്റ് ടു ഗ്രൗണ്ട് ബ്ലോൺ അപ്പ് ഹിറ്റ് ടു ഗ്രൗണ്ട് ഏറ്റവും കൂടുതൽ. എങ്ങനെയാണ് അത് ചാവണേന്ന് പറ്റേ ഒരു ലൈഫൊക്കെ കാണും. MLG അടിക്കാൻ പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് ചത്താലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ MLG അടിക്കാൻ പറ്റിയാണ്, പക്ഷേ സൈഡിൽ വന്ന് കൊണ്ടിട്ട അങ്ങോട്ട്. എന്നാൽ പിന്നെ 20 മിനിറ്റ് കരിഞ്ഞിട്ടുണ്ട്. അത് 21 എത്ര പെട്ടെന്ന്. എന്നാൽ പിന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഇത് കൊള്ളാമേ ടപ്പ് ടിക്കറ്റ്. അയ്യോ പറഞ്ഞങ്ങ് പോയല്ലേ. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ ബൈ ബൈ. ടാറ്റാ ബൈ ബൈ.